5 വഖത്ത് നിസ്കാരം വിട്ടിട്ടുള്ള ഒരു പരിപാടിക്കും പോകണ്ട. 5 വഖത്ത് നിസ്കാരം മസ്റ്റാണ്. അത് കളഞ്ഞിട്ട് ഒരു പർച്ചേസിങ്ങിനും പോകണ്ട, ഒരു തുണിയെടുക്കാനും പോകണ്ട, ഒരു ആഭരണം വാങ്ങാനും പോകണ്ട. അതിൽ ബറക്കത്തില്ല. മനസ്സിലായിക്കോ? കല്യാണ പെണ്ണിന് ആഭരണം വാങ്ങാൻ പോയേക്കാണ്. ളുഹറും അസറും മഗ്‌രിബും ഒക്കെ അവിടെ കിടക്കുക. ജ്വല്ലറിക്കാർ പിന്നെ എന്ത് ചെയ്യാണ്? ബലൂണ് കുട്ടികളെ അതിലോട്ട് കൊടുക്കും. നല്ല ഹോർലിക്സിന്റെ ബിസ്ക്കറ്റ് ഇടയ്ക്ക് കൊണ്ടുവന്ന് ഒരു ചായ. ഭക്ഷണം വേണോ? വേണം, ഇങ്ങോട്ട് എത്തിക്കാം. റാഹത്ത് എല്ലാം അവിടെ തന്നെ സജ്ജീകരിക്കാൻ. അപ്പൊ കുട്ടികൾക്ക് ബലൂണൊക്കെ പറപ്പിച്ച് അവൻ ജ്വല്ലറിക്കകത്തൂടെ പാടിക്കിടക്കും. നല്ല റാഹത്ത്. വൈകുന്നേരം വരെ എങ്ങനെയെങ്കിലും അവിടെ ഇരുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് അവരുടെ ബിസിനസ് തന്ത്രമാണ്. നീ നിന്റെ നിസ്കാരം കളയാൻ പാടില്ല. ഒരു സുന്നത്തായ കർമ്മത്തിന്റെ ഉപാധിയായിട്ട് നീ നിന്റെ മകൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്ന ആഭരണത്തിന്റെ പേരിൽ നിന്റെ ളുഹറും അസറും എവിടെ പോയി? കല്യാണ പർച്ചേസിന് വേണ്ടി 4-5 വണ്ടിയിൽ കുടുംബക്കാര് നാട്ടുകാർ എല്ലാവരും കൂടെ കയറാൻ. ഇങ്ങനെ ഉള്ളതെല്ലാം അതിങ്ങടുത്ത് ഇതെടുത്ത് മൊത്തം എടുപ്പിച്ച് കട മുഴുവൻ വാങ്ങിച്ച് നിലത്തിട്ടിട്ട് അവസാനം ഒരെണ്ണമാണ് എടുത്തുകൊണ്ട് പോകുന്നത്. മഗ്‌രിബാവുമ്പോൾ വിളിക്കുമ്പോൾ ഒരെണ്ണം സെലക്ഷൻ ആയിട്ടുണ്ടാവും. ആണോ അല്ലയോ? ഇത് തന്നെ കളി. എന്നാ അടുത്ത കല്യാണത്തിനെങ്കിലും മാറ്റമുണ്ടോ? ഇത് തന്നെ. കാരണം ഞങ്ങൾക്ക് ളുഹറും അസറും ഒക്കെ ഒന്ന് കളായി കിട്ടണം. ഇതിങ്ങടുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിന് MRIയിലെങ്കിലും പോയി നല്ലൊരു കുട്ടൻ ബിരിയാണിയൊക്കെ അടിച്ച് റാഹത്തായിട്ട് വീട്ടിലോട്ട് വരും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. അതായത് ഇതൊക്കെ ഒരു സുഖം, ഒരു റാഹത്ത്, ഒരു ഔട്ടിങ്. കടപ്പുറത്ത് പോയിരിക്കുകയാണ് കുറെ പേര്. മഗ്‌രിബാവുമ്പോൾ മഗ്‌രിബ് നിസ്കരിക്കാനില്ല, ജമാഅത്ത് കളഞ്ഞു കുളിക്കാൻ. പുരുഷന്മാരുമുണ്ട്, സ്ത്രീകൾ ഇന്ന് ധാരാളമായി വരുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കുട്ടികളൊക്കെ രാത്രി കിടന്ന് കീ എന്ന് പറഞ്ഞ് കരയാൻ കാരണം എന്താ? കുട്ടികൾക്കിന്റെ മേൽ പൈശാചിക ബാധ വരുന്നതിന്റെ കാരണം മഗ്‌രിബിന്റെ സമയത്ത് കുട്ടികളെ പുറത്തിറക്കുന്നത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതൊക്കെ വെറുതെ പറയുന്നില്ല, സമയമില്ല. ഇല്ലെങ്കിൽ ഹദീസ് ഓതി പറയും. قال رسول الله صلى الله عليه وسلم നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ ഖറബത്തി ശംസു, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ യന്തശിറു ശയാതീൻ, പിശാച് പാറി നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഫഖതഫൂ സിബിയാനകും, നിങ്ങളുടെ ചെറിയ മക്കളെ വീടിനുള്ളിൽ തന്നെ പിടിച്ചു വെക്കണേ. വഹ്ബിസൂ മവാശിയകും, നിങ്ങളുടെ നാൽക്കാലികളെ അതിൻ്റെ ആലയിൽ കൊണ്ടുവന്ന് ബന്ധിക്കണേ. കുട്ടികളെ വീട്ടിനുള്ളിൽ പിടിച്ചു വെക്കണം. അതുകൊണ്ട് പഴയ കാലത്തിൽ ഉമ്മമാര് പറയും, മോനെ മഗ്‌രിബിന് മുമ്പ് ഇങ്ങ് വരണം. സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് പിശാച് പാറി നടക്കുക. അത് കുട്ടികളിലാണ് പെട്ടെന്ന് സ്വാധീനം ചെലുത്തുക. അതുകൊണ്ട് ആ സമയത്ത് കുട്ടികളെ മുറ്റത്ത് പോലും വെളിയിലിറക്കി കളിപ്പിക്കരുത്. ഇതെവിടെയുള്ളത്? ഞങ്ങൾ വെളിയിലിറക്കില്ല സാറേ, കടപ്പുറത്ത് കൊണ്ടുവന്ന് തിരയെണ്ണു വെള്ളത്തിൽ കളിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് ആലാക്കായി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആണോ അല്ലയോ? ആണ്. ഹദീസാൻ, ഇദാ ഖറബത്തി ശംസു യന്തശിറു ശയാതീനു ഫഖ്തഫൂ സുബിയാനകും വഹ്ബിസൂ മവാശിയകും, നിങ്ങളുടെ നാൽക്കാലികൾ, പശു, ആട്, പോത്ത്, ഇതൊക്കെ ഉള്ള ആളുകൾ അതിൻ്റെ ആലയിൽ കൊണ്ടുവന്ന് നേരത്തെ ബന്ധിക്കുകയും വേണം. കാരണം അതിനും ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഹബീബ് മുഹമ്മദ് മുസ്തഫ. മനസ്സിലാകുന്നുണ്ടോ? നമ്മളത് ശ്രദ്ധിക്കണം. നമ്മുടെ തലമുറ ഇതൊന്നുമില്ല. നമ്മൾ നിസ്കാരയിലൊന്നുമില്ല ഇങ്ങനെ കറങ്ങി നടക്കാൻ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, മുഅ്മിനീങ്ങൾ വിജയിക്കണോ. ഖദ് അഫലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون
والذين هم على صلاتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس الذين يرثون الفردوس هم فيها خالدون. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുഅ്മിനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചവത്രേ. ചോമ്പാലയിലുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ വിജയിക്കാൻ കാരണമെന്താണ്? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ തയ്യാറായിട്ടുള്ള മുഅ്മിനീങ്ങളുണ്ടോ, മുഅ്മിനാത്തുകളുണ്ടോ, അവർ വിജയിച്ചവരാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അടയാളങ്ങൾ എണ്ണി പറഞ്ഞിട്ട് അവസാനമായി പറയുകയാണ്, വല്ലദീന ഹും അലാ സ്വലാത്തിഹിം യുഹാഫിഊൻ, നമസ്കാരത്തെ ശ്രദ്ധിക്കുന്നവരെ, നമസ്കാരത്തെ ഗൗനിക്കുന്നവരെ, നമസ്കാരത്തെ വൃഥാവിലാക്കാതെ പോകുന്നവരെ, നമസ്കാരത്തെ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തുന്ന മുഅ്മിനീങ്ങളുണ്ടോ, ഉമ്മമാരുണ്ടോ? ഏത് തിരക്കുകൾ വന്നാലും, ഏത് കല്യാണങ്ങൾ വന്നാലും, ഏത് സദസ്സുകൾ വന്നാലും എനിക്കെന്റെ നമസ്കാരം നിർബന്ധമാണെന്ന് പറഞ്ഞ് 5 വഖത്ത് നമസ്കാരങ്ങൾ അതാത് സമയങ്ങളിൽ ഗൗനിക്കുന്ന മുഅ്മിനീങ്ങളെ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ഉലൈക ഹുമുൽ വാരിസൂൻ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനന്തര സ്വത്ത് നൽകുകയാണ്. ഏതാണ് ഈ അനന്തര സ്വത്ത്? ചോമ്പാല ഗ്രാമത്തിൽ പ്രവിശാലമാക്കപ്പെട്ട ഏക്കർ കണക്കിന് ഭൂമി അല്ലാഹു നിനക്ക് നൽകുകയാണോ? അല്ല അല്ല. വടകര ടൗണിൽ നിനക്ക് 2-3 കടമുറികൾ അല്ലാഹു നിനക്ക് അനന്തര സ്വത്ത് നൽകുകയാണോ? ഒരിക്കലുമല്ല. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് നിനക്കൊരു ഏക്കർ ഭൂമി അല്ലാഹു പതിച്ചു നൽകുകയാണോ? ഒരിക്കലുമല്ല. അതിനേക്കാളെല്ലാം ഏറ്റവും വലിയ സൗഭാഗ്യം അല്ലദീന യരിസൂനൽ ഫിർദൗസ്, അല്ലദീന യരിസൂനൽ ഫിർദൗസ്, ഈ ദുനിയാവിൽ സർവരും കൊതിക്കുന്നതായ അതിശ്രേഷ്ഠമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു നിനക്ക് നൽകുകയാണ്. മഹനീയമായ സ്വർഗം അല്ലാഹു നിനക്ക് നൽകി ആദരിക്കുകയാണ്. നിന്റെ നാട്ടുകാരുണ്ട്, നിന്റെ കൂട്ടുകാരുണ്ട്, നിന്റെ സമൂഹമുണ്ട്, നിന്നെ കളിയാക്കിയവരുണ്ട്, നിന്നെ ചീത്ത വിളിച്ചവരുണ്ട്, നിന്റെ അയൽവാസികളുണ്ട്, നിന്റെ ബന്ധുമിത്രാദികളുണ്ട്, നിന്നോടൊപ്പം സഹവസിച്ച് പഠിച്ചതാകുന്ന നിന്റെ കൂട്ടുകാരികളുണ്ട്, അവിശ്വാസികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്, ഈ കാലഘട്ടത്തിലെ ജനങ്ങളുണ്ട്, വരാനിരിക്കുന്ന ജനകോടികളുണ്ട്, കഴിഞ്ഞുപോയതാകുന്ന ജനസഹസ്രങ്ങളുണ്ട്. എല്ലാവരും നോക്കി നിൽക്കെ അല്ലാഹു നിനക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകുകയാണ്. കേവലം 2 കൊല്ലം താമസിച്ചിട്ട് ഇറങ്ങാൻ അല്ലാഹു പറയുന്നില്ല. 5 കൊല്ലത്തേക്കുള്ളതാകുന്ന ഒറ്റിക്ക് നീ കയറിയതല്ല. ഹും ഫീഹാ ഖാലിദൂൻ, നിനക്ക് ആ സ്വർഗത്തിൽ നിന്ന് നിന്നെ പുറത്താക്കാൻ ഒരാളുമില്ല. നീ ആ സ്വർഗത്തിൽ ശാശ്വതത്വമുള്ളവനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. നിസ്കാരം മുറ പോലെ നിർവഹിക്കണം. പാങ്ക് വിളിച്ച അപ്പം നിസ്കരിക്കണം. എന്തിനാ ഇപ്പൊ ഈ പള്ളിയൊക്കെ അല്ലാഹു തന്നിരിക്കുന്നത്? 5 വഖത്ത് ജമാഅത്ത് ശ്രദ്ധിക്കാനാണ്. അവിടെ എത്ര പേര് മോഹ്സിൻ ഉസ്താദിനോടൊപ്പം നിസ്കരിക്കാനുണ്ട്? ചിന്തിക്ക്. എത്ര പേര് ജമാഅത്തുകൾക്കുണ്ട്? ഇന്നിപ്പോ കോവിഡ് വന്നതിന് ശേഷം ഇങ്ങോട്ട് ജുമഅ പോലും കളഞ്ഞു കുടിക്കുന്ന ചെറുപ്പക്കാർ അധികരിച്ചിരിക്കാൻ. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുകയാണ്, മൻ തറക സലാസ ജുമഅൻ ബിഗൈരി ഉദ്രിൻ തബഅ അല്ലാഹു ഫീ ഖൽബിഹി. ആവശ്യമില്ലാതെ കാരണമില്ലാതെ 3 ജുമഅകൾ ആരെങ്കിലും ഒഴിവാക്കിയാൽ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു കുഫ്രിയത്തിന്റെ സീൽ വെക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ പണിക്ക് പോയതാ, അതുപോയതാ, ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ അവിടെ പോയതാ ഉസ്താദ്, ഇവിടെ പോയതാ, വൈകിപ്പോയി. 3 ജുമഅ ആവശ്യമില്ലാതെയാണ് നീ ഒഴിവാക്കിയതെങ്കിൽ നിന്നെ കാഫിറായിട്ട് സീൽ വെക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ സ്വഹാബത്തിന്റെ കാലത്ത് ജമാഅത്തിന് വരാതെ പിന്തുന്ന ആളുകളെ അവർ മനസ്സിലാക്കുക ആരാണെന്നാണ്? മുനാഫിക്ക്, ഏറ്റവും വലിയ കപടവിശ്വാസി അവനാണെന്നാണ്. നിസ്കാരമില്ലാത്തവനെ അല്ല, ജമാഅത്തായി പള്ളിയിൽ വന്ന് നിസ്കരിക്കാത്തവനെ മുനാഫിക്കായിട്ട് എണ്ണിയിരുന്നു സ്വഹാബത്ത്. അങ്ങനെയാണെങ്കിൽ നമ്മളെയൊക്കെ പേരെന്ത് വരേണ്ടി വരും? മുനാഫിക്ക് എന്ന് വിളിക്കേണ്ടി വരും. അള്ളാഹു ആക്കട്ടെ. കാരണം പള്ളിയിലില്ല, ഞാൻ കരിച്ചായിരുന്നു, കാര്യമില്ല. പെണ്ണുങ്ങളെ ശ്രദ്ധിച്ച് അവ്വല് വക്കത്തിൽ നിസ്കരിക്കണം. ളുഹർ നിസ്കാരം അസ്റിലേക്ക് വെച്ച് ചേർത്ത് നിസ്കരിക്കരുത്. യാത്രക്കാർക്ക് ഇളവുണ്ട്. അല്ലാതെ വീട്ടിലിരിക്കുന്നു, ആവശ്യമില്ലാതെ ഫനായും ബസാദും പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ട് ളുഹറും അസ്റും അല്ലെങ്കിൽ മഗ്രിബ് ഇശാവും ഒക്കെ ചേർത്ത് വെച്ച് അടിക്കുക. അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല, നിസ്കാരമൊക്കെ പറയാൻ ഒരുപാടുണ്ട്, ഡസൻ കണക്കിന് ആയത്ത് ഹദീസുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, ഒക്കെ പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേൾക്കിൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിൻ്റെതാകുന്ന താക്കോലാണ് നിസ്കാരം. ആ നിസ്കാരം ഇല്ലെങ്കിൽ അങ്ങോട്ട് കയറാൻ പറ്റൂല. ഒരു വീട് ഉദ്ഘാടിക്കണമെങ്കിൽ ആ വീടിൻ്റെ താൽക്കോല് വേണം. അകത്തോട്ട് കടക്കണമെങ്കിൽ നിസ്കാരം നിർബന്ധമാണ്. എങ്കിലേ സ്വർഗത്തിനുള്ളിലേക്ക് കടക്കാൻ പറ്റൂ. മിഫ്താഹുൽ ജന്നത്തി അസ്സലാ, സ്വർഗത്തിന്റെ താക്കോലാണ് നിസ്കാരം. ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ താക്കോല് നമ്മൾ കളഞ്ഞു. അത് കറക്റ്റല്ല. ഫർളും സുന്നത്തും ഒന്നുമില്ല. എടോ, ഈ ഫർളും സുന്നത്തുകളും ഒക്കെ എടുക്കുമ്പോഴാണ് യഥാർത്ഥ വലിയായി മാറാൻ പറ്റുക. കഴിഞ്ഞ മാസം റബീഉൽ ആഖിറിലും ഈ ജമാഅത്തുൽ ഊലയിലും ഒക്കെ നമ്മൾ സ്മരിക്കുന്നത് മഹാനായ ഗൗസുൽ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവനെയും ഈ മാസം നമ്മൾ സ്മരിക്കുന്നത് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് മഹാത്തുക്കളാകുന്ന മഹാരഥന്മാരെയുമാണ്. എത്രയോ ഔലിയാക്കൾ മരണപ്പെട്ടു പോയതാകുന്ന മാസങ്ങളാണ്. അൽഹംദുലില്ലാഹ്, ഈ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്നാണ് അവരെ സിയാറത്ത് ചെയ്തിട്ട് ഈ വിനീതനെത്തിയത്. ഇറാഖിലാണ് ഇവ രണ്ടുപേരുടെയും മക്കാമുള്ളത്. അള്ളാഹു നമുക്ക് സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അവരൊക്കെ ജീവിച്ചത്, അവരൊക്കെ ദീൻ പഠിപ്പിച്ചത്, അവരൊക്കെ ചെയ്ത അമലിനോളം നമ്മുടെ ജീവിതത്തിൽ കടുകുമണിയോളം അമലുണ്ടോ സഹോദരങ്ങളെ? ചിന്തിക്കാൻ. എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? നമ്മൾ ഫർള് പോലും കറക്റ്റല്ല, അവർ ഫർളും കറക്റ്റാക്കി, സുന്നത്തുകളും കറക്റ്റാക്കി, ഇബാദത്തുകളും ശ്രദ്ധിച്ചു. അതുകൊണ്ട് അവരെ കാണാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള മഹത്തുക്കൾ, മോമിനീങ്ങൾ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇറാഖിന്റെ മണ്ണിലേക്ക്, ബഗ്ദാദിന്റെ മണ്ണിലേക്ക്, അബീദ എന്ന് പറയുന്നതാകുന്ന ഗ്രാമത്തിലേക്ക് അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ കാണാൻ, ബഗ്ദാദിന്റെ മണ്ണിലേക്ക് ഗൗസുൽ ആലം തങ്ങളെ കാണാനൊക്കെ ആളുകൾ ഇപ്പോഴും ഒഴുകുകയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും. എന്താ കാരണം? അവർ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ച മഹത്തുക്കളായിരുന്നു. റബ്ബിനെ പേടിച്ച് ജീവിച്ചു. നമ്മൾ ഇവിടുന്ന് വേറെ ടീമിനെ കാണാൻ പോവാൻ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, മലപ്പുറം ജില്ലയിൽ ഒതുക്കുങ്ങൽ എന്ന് പറയുന്ന ദേശത്തൊരു കട ഉദ്ഘാടനത്തിന് തൊപ്പി എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരനെ കാണാൻ ഒരുമിച്ച് കൂടിയത് 10,000 ചെറിയ മക്കളാണ്. അവനെ അങ്ങോട്ട് പോയി മുസാഫത്ത്. ആരെ? മുഹിദ്ദീൻ ശൈഖിനെ അല്ല, തൊപ്പിയിട്ട വേറെ ആരാളോ വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ കാണാൻ പോവാ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്താ ഈ തൊപ്പി എന്ന് പറയുന്നത് ചെയ്യുന്നത്? എല്ലാ ദിവസവും വൈകിട്ട് ലൈവ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഫനായും വസാദും പറയുക, അശ്ലീലം പറയുക. അവൻ്റെ പുറകെയാണ് നമ്മുടെ മക്കൾ. മനസ്സിലാക്കണം, നമ്മളെവിടെ അവരെവിടെ, അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളും തൊപ്പിയിട്ട് ഒരാളുടെ പുറകെ പോയി, പക്ഷെ അത് യഥാർത്ഥ തൊപ്പി ആയിരുന്നില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കൂടുതൽ പറയുന്നില്ല, സദസ്സ് മോശവും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആരാ അവൻ്റെ പുറകെ പോയത്? ഒക്കെ 5 വയസ്സ് മുതൽ 25 വയസ്സുള്ളതാകുന്ന ആ ഒരു പ്രായത്തിലുള്ള ചെറുപ്പക്കാരും സഹോദരിമാരും പെണ്ണുങ്ങളും. നഊദു ബില്ലാ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എനിക്ക് തൊപ്പിയെ കെട്ടിയാൽ മതി എന്നും പറഞ്ഞാൽ പെണ്ണുങ്ങളടക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എല്ലാവരും ചിരിക്കുക. കാരണം എന്താ? എല്ലാവർക്കും അറിയാം തൊപ്പിയുടെ ഫാൻസാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ.
അപ്പൊ അതാണ് കാലഘട്ടം. നമ്മുടെ ജീവിതവും അവരുടെ ജീവിതവും എടുത്തു നോക്കിൻ, എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം വൈകിയല്ലേ. 11 നിർത്തണ്ടേ? 10 മിനിറ്റ് കൂടെ പറഞ്ഞൂടെ? ഇരിക്കൂലേ? ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് പോയാൽ അത് പറഞ്ഞ് നിർത്താമെന്ന് കരുതിയിരിക്കും. ആരും പോകുന്നുമില്ല. ആരെങ്കിലും ഒരാൾ പോയാൽ നമുക്ക് അപ്പം നിർത്താം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അതായത് ഇതിൻ്റെ എൻഡിങ് അവസാനിലേക്ക് ശരിക്കും ശ്രദ്ധിക്കണേ. അതുകൊണ്ട് നമ്മുടെ നമസ്കാരങ്ങൾ ശ്രദ്ധിക്കൻ, നമ്മുടെ ഇബാദത്തുകൾ ശ്രദ്ധിക്കൻ. കള്ളു കുടിക്കുന്ന ആളുകൾ ഇന്ന് കൂടി വരിക, ലഹരി നുണയുന്നവർ വളരെ ശ്രദ്ധിച്ചോ. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ, പുതിയ തലമുറകൾ. വാപ്പ കള്ളു കുടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മക്കളിൽ അത് സ്വാഭാവികമായി ഉണ്ടാവും, കടന്നു വരും. അവൻ ചിലപ്പോൾ കള്ള് എന്നുള്ളത് ഒഴിവാക്കിയിട്ട് മാരകമാകുന്ന MDMAയും LSDയും അടക്കമുള്ളതാകുന്ന ലഹരി പദാർത്ഥങ്ങൾക്കായിരിക്കും പുതിയ തലമുറ അടിമപ്പെട്ടു പോവുക. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വാപ്പ തന്നെ പിഴച്ചുപോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇതിനടിമപ്പെട്ട യുഗമാണ്. നമ്മൾ മാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കുമൊക്കെ മക്കളെ വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞു വിടുമ്പോൾ ആ മക്കൾ ഇത്തരത്തിലുള്ള ചെയ്തികളായി ഇന്ന് മാറിയിരിക്കും. അവരൊക്കെ ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടവരായി മാറി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ കണ്ടില്ലേ, പല ഭാഗങ്ങളിലും നമ്മുടെ ജില്ലകളിൽ തന്നെ സ്ത്രീകളെ നമ്മൾ ദർശിച്ചില്ലേ? പല രീതിയിലും വന്നവർ, വിവാഹം കഴിക്കാൻ പ്രായമെത്തിയതാകുന്ന പെൺകുട്ടികൾ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയുമായി സ്വവർഗരതി അനുരാഗത്തിൽ ഏർപ്പെട്ട് എനിക്കെൻ്റെ കൂട്ടുകാരിയെ തന്നെ വിവാഹം ചെയ്താൽ മതി എന്ന് പരസ്യമായി സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന യുഗത്തിലേക്ക് നമ്മുടെ തലമുറ മാറി. പെൺമക്കൾ മാറി, ലെസ്ബിയനുകളായി മാറി. സ്ത്രീകളുമായി ലൈംഗിക വേഴ്ച നടത്തുന്ന കാലഘട്ടം. ലൈംഗിക വേഴ്ച നടത്തുന്നു മാത്രമല്ല, ഇനി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ, എനിക്ക് വേറൊരു പുരുഷനെ വേണ്ട, വാപ്പായും ഉമ്മായും പറയുന്ന ഒരു പുരുഷനെ ഇനി വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ദീൻ പഠിക്കാൻ വരെ വിട്ടതാകുന്ന മക്കൾ മാറി ചിന്തിക്കുന്ന കാലഘട്ടമാണ് ചിന്തിക്കേണ്ടത്. പുരുഷന്മാരുമായി ലൈംഗിക വേഴ്ച നടത്തിയിട്ട് സ്വയംഭൂ അണിഞ്ഞ് ഗേകളായി മാറുന്ന കാലഘട്ടം ഇന്നത്തെ തലമുറ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വളരെ മുസീബത്ത് നിറഞ്ഞ കാലഘട്ടമാണ്. അതുകൊണ്ട് നല്ലതുപോലെ ദുആ ചെയ്യണം. പുതിയ തലമുറകളെ സാലിഹീങ്ങളാക്കാനും ഉള്ള മക്കളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കാനും സദാസമയവും മാതാപിതാക്കൾ നമ്മൾ ദുആ ചെയ്യണം. ഇല്ലെങ്കിൽ വല്ലാത്ത കാലഘട്ടത്തിലാണ്, വളരെ മോശം നിറഞ്ഞ കാലഘട്ടത്തിലാണ് നാം വസിക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസം തന്നെ അറിയാം, ശിശുദിനം ആചരിച്ച ദിവസമാണ് ഇന്ന്. നവംബർ 14 ഇന്ത്യ രാജ്യത്തുള്ളതാകുന്ന മുഴുവൻ ആളുകളും അത് വളരെ കെങ്കേമമായി ആഘോഷിച്ചതാകുന്ന ദിനമാണ്. ഈ ദിനത്തിൽ തന്നെ പോക്സോ കേസിൽ പ്രതിയാകുന്ന അഷ്ഫാഖ് എന്ന് പറയുന്നതാകുന്ന ഒരു സഹോദരനെ വധശിക്ഷയ്ക്ക് വിധിച്ചതാകുന്ന ദിവസവും കൂടിയാണ്. ആലുവയിൽ നാം എല്ലാവരും നെട്ടിയ, ലോകം മുഴുവനും ഒന്നാകെ നെട്ടിയതാകുന്ന ഒരു ചെറിയ പൊന്നുമോളെ, ആ പൊന്നുമോളെ വളരെ കിരാതമായി മൃഗീയമായി ബലാത്സംഗം ചെയ്തു കൊന്നുകളഞ്ഞു. അവനെ വധശിക്ഷയ്ക്ക് വേണ്ടി കോടതി വിധിച്ചു. കോടതിയുടെ ആ വിധി ശ്ലാഘനീയമാണ്, സ്തുത്യർഹമാണ്, എടുത്ത് പ്രത്യേകമായി പറയേണ്ടതാണ്. കാരണം സാധാരണ ജീവപര്യന്തം കൊടുക്കും, 12 വർഷം നല്ല റാഹത്തായി പോയി, നല്ല മട്ടനും ചിക്കനും ഒക്കെ അടിച്ച് നല്ല സുഖമായിട്ട് കഴിഞ്ഞ് അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവൻ്റെ അഡ്രസ്സില്ല, ചിലപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെയും അവൻ ഇത്തരത്തിൽ തന്നെ ചെയ്യാൻ നല്ലൊരു വിധിയാണത്, സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ആ വിധി വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ മുഴുവനും കോടതിയെ പരിപൂർണമായി പുകഴ്ത്തിക്കൊണ്ടുള്ളതാകുന്ന വചനങ്ങളാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കേരളീയ മനസ്സുകൾ, സുമനസ്സുകൾ ഒറ്റക്കെട്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തം കൊടുത്തിട്ടും കാര്യമില്ല, 24 വർഷം കൊടുത്തിട്ടും അത് കഴിയുമ്പോൾ പിന്നെ അങ്ങനെ കറങ്ങാൻ. എത്രയോ ആളുകൾ അങ്ങനെ ഇറങ്ങിയവരുണ്ട്, എത്ര ആളുകൾ വീണ്ടും ക്രിമിനൽ മൈൻഡായിട്ട് ഈ സമൂഹത്തിൽ നിലകൊള്ളുന്നവരുണ്ട്. 4-5 വയസ്സുള്ളതാകുന്ന ചെറിയ പെൺകുട്ടിയെ പോലും മൃഗീയമായ നിലയിൽ പീഡിപ്പിക്കുന്നതാകുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് മനസ്സിലാക്കണം. പോക്സോ കേസ് വിധി വന്നിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാകുന്ന ചെയ്തികൾ ചെയ്യുന്നവരെ കേസിൽ അകപ്പെടുത്തണമെന്നുള്ള വിധി വന്നിട്ട് 30 വർഷങ്ങൾ കഴിയാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളതാകുന്ന ഒരു വധശിക്ഷയുടെ വിധി വന്നതും എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയേണ്ട വസ്തുത കൂടിയാണ്. അതും ഒരു ശിശുദിനത്തിൽ തന്നെ ആ വിധി വന്നതും ഒന്നുകൂടി സ്വാഗതാർഹമാണ്. ഇത്തരത്തിൽ തന്നെ മറ്റുള്ള കെട്ടിക്കിടക്കുന്ന കേസുകളൊക്കെ ഈ രീതിയിൽ തന്നെ നല്ല വിധി നടപ്പാക്കി തീർപ്പ് കൽപ്പിക്കട്ടെ എന്നും ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്താൻ. ഞാനിത് പറയുന്നത് നമ്മൾ നമ്മുടെ മക്കളെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാലഘട്ടം. ലൈംഗിക ഇരകളായി നമ്മുടെ മക്കൾ മാറാൻ പാടില്ല.
നമ്മുടെ മൊബൈൽ ഫോണുകൾ ശ്രദ്ധിക്കാൻ, കുട്ടികളുടെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാൻ. ഭക്ഷണം കഴിക്കാൻ ഇന്ന് ഉമ്മമാര് മൊബൈലില്ലാതെ പറ്റൂല, അങ്ങനെ തന്നെ ആക്കിക്കളഞ്ഞിരിക്കാൻ. ഈ ഇരിക്കുന്ന 30-40 വയസ്സും അതിന് മുകളിലോട്ടുള്ളവരൊക്കെ ഈ മൊബൈൽ ഫോൺ നോക്കിയിട്ടാണോ ഭക്ഷണം കഴിച്ചത്? അല്ല. നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കിൻ, ഇസ്ലാമികപരമായ ചരിത്രങ്ങൾ പറയിൻ. കുട്ടികളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരട്ടെ. പഴയ കാലഘട്ടത്തിൽ ഉമ്മമാർ, ഇനി അതും കേൾക്കാൻ മനസ്സിലാക്കാത്ത ഒരു കാലഘട്ടമാണെങ്കിൽ വീട്ടിലുള്ള പൂച്ചയെ മറ്റു വളർത്തു ജീവികളെ കാണിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് നെറ്റിയിൽ മേൽ ഒരു മൊബൈൽ ഫിറ്റ് ചെയ്തിട്ട് അതിൽ കാർട്ടൂണുകൾ കാണിച്ച് കുട്ടികൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ട് കഴിയുന്നതാകുന്ന ഒരു തലമുറയായി നമ്മുടെ ഭാര്യമാരും മക്കളുമൊക്കെ മാറിയിരിക്കുന്നു. അത് വലിയ വിപത്താണ് ഉണ്ടാകുന്നത്. കാരണം നിന്റെ മൊബൈൽ ഫോണിൽ നീ ഏതെല്ലാം ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് അല്ലാഹു അഅലം. 18+ മുകളിലോട്ട് കാണാൻ പറ്റുന്ന പല കണ്ടന്റുമുണ്ട്. അതൊക്കെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കാൻ. നീ അല്പനേരത്തേക്ക് മൊബൈൽ കൊടുക്കുമ്പോൾ കുട്ടികൾ അതാണ് കാണുന്നത്. അതിൽ അശ്ലീല ചുവയുള്ളതാകുന്ന വീഡിയോകൾ, ക്ലിപ്പുകൾ കണ്ടാൽ പിന്നെ കുട്ടികളുടെ ഹൃദയം അതിലേക്ക് മന്ത്രിക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് താല്പര്യം പിന്നെ അതിനോടായി മാറി. ചിന്തിക്കണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ചിന്തിക്കണം, നമ്മൾ മാറണം. അള്ളാഹുവിനങ്ങളെ നീ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ, ആബിദീങ്ങൾ ചേർക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയെല്ലാം സാലിഹീങ്ങളും ആബിദീങ്ങളുമായി കബൂലാക്കണേ അല്ലാ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സൂറന്ന കാഹളത്തിലൂടെ രണ്ടാമത്തെ ഊത്തങ്ങോട് വരുകയാണ്. വയൗമ യൂഫഖു ഫിസ്സൂർ. ഒന്നാമത്തെ ഊത്തിലൂടെ ജോഗ ജനത മുഴുവനും പേടിച്ചുകൊണ്ട് 40 കൊല്ലത്തോളം പ്രയാസപ്പെട്ടുകൊണ്ട് നിലകൊള്ളുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ഊത്തൂതാൻ പറയുകയാണ്. വയൗമ യൂഫഖു ഫിസ്സൂർ ഫസയഖമു ഫിസ്സമാവാത് വമൻ ഫിൽ അർള് ഇല്ലാ മാ ശാ അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ടതായ ഊത്താണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ് നടത്തുന്നത്. രണ്ടാമത്തെ ഊത്തങ്ങോട് ഊതുമ്പോ എല്ലാ സൃഷ്ടിജാലങ്ങളും ആകാശഭൂമികൾക്കിടയിലുള്ള സർവ്വജീവജാലങ്ങളും മരിക്കുകയാണ്. രണ്ടാമത്തെ ഊത്തിന്റെ പേരാണ് നഫ്ഖത്തുസ് സഅഖ്. എല്ലാരും മരിപ്പിക്കാനുള്ള ഊത്താണ്. എല്ലാരും മരിച്ചു വീഴാണ്. കാരണം ഇവിടെ ഇനി കൗമിനെ ജീവിപ്പിച്ചിട്ട് കാര്യമില്ല. എല്ലാം മോശപ്പെട്ട ജീവിതം. പച്ച കുത്തിക്കൊണ്ട് നടക്കുന്ന കൗമ്, ശരീരമാസകലം പച്ച കുത്തി നടക്കാൻ അള്ളാന്റെ റസൂൽ ശപിച്ച വിഭാഗമാണിത്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വാശിമാതി വൽ മുസ്തൗശിമാത്. ശരീരം പച്ച കുത്തുന്നവരെയും പച്ച കുത്താൻ ആവശ്യപ്പെടുന്നവരെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വന്നാമിസാതി വൽ മുതനമ്മിസാത്. പിരികം പ്ലക്ക് ചെയ്യുന്നവരെ, പിരികം ത്രെഡ് ചെയ്യുന്ന സഹോദരിമാരെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച ആളുകളാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചതായ വിഭാഗമാ വന്നാമിസാതി വൽ മുതനമ്മിസാത്. എത്രയെത്ര സഹോദരിമാരാണ് സമ്പത്ത് അതിനു വേണ്ടി ചെലവഴിക്കുന്ന സഹോദരിമാരില്ലയോ? പിരികം പ്ലക്ക് ചെയ്യുന്ന മുസ്ലിം അംഗമാരില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച വിഭാഗമാണെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഈ ഖൗമെല്ലാം ഇതാ സൂറന്ന കാഹളത്തിന്റെ രണ്ടാമത്തെ ഊത്തോടുകൂടി സർവരും മരിച്ചു വീഴുകയാണ്. തീർന്ന് എല്ലാരും മരിക്കാൻ. ഇപ്പൊ 2 ഊത്ത് കഴിഞ്ഞു. ഒന്നാമത്തെ ഊത്ത് എന്തായിരുന്നു? പേടിപ്പിക്കാനുള്ള ഊത്ത്. രണ്ടാമത്തത് മരിപ്പിക്കാനുള്ള ഊത്ത്. ഇനി മൂന്നാമത്തെ ഊത്ത്. അതിലൂടെയാണ് ഇനി നമ്മൾ പോകുന്നത്. അവിടെയുള്ള കഴിഞ്ഞു. മൂന്നാമത്തെ ഊത്ത് എന്തിനാത്? നഫ്ഖത്തുൽ ബഅസ്, പുനർജീവിപ്പിക്കാനുള്ള ഊത്താണ്. ثم نفخ فيه أخرى
മൂന്നാമത്തെ ഒരു ഊത്തുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് നടത്താൻ വേണ്ടി പറയുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ ഊതുകയാണ്. ഫൈദാഹും ഖിയാമുൻ യൻറൂൻ. ആ ഊത്തിലൂടെയാണ് ജനങ്ങൾ പോകുന്നത്. അവരതാ മഹ്ശറയിലേക്ക് പോകുകയാണ്. ഏതാണ് മഹ്ശറ? ആദരവായ പ്രവാചകനെ പറയുകയാണ്, ഇന്ന് ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതായതായ ഫലസ്തീനില്ലയോ, ഇസ്രായേലിന്റെ നരനായാട്ട് നടത്തുന്ന ഇസ്രായേലി സൈനികർ കൊന്നൊടുക്കിയതായ പാവപ്പെട്ട ഗസയുടെ തെരുവോരങ്ങളിൽ പിടഞ്ഞു വീണതായ ചെറുപ്പക്കാരില്ലേ, വൃദ്ധകളില്ലേ, പാവപ്പെട്ടതാകുന്ന മക്കളില്ലേ, ആ നാട് നാളെ അല്ലാഹു മഹ്ശറയാക്കി മാറ്റുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി